ഹായ് everyone, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് അരി കുതിർത്താതെ അരി അരച്ചെടുക്കാതെ അരിപ്പൊടി വെച്ച് നല്ല സോഫ്റ്റായിട്ട് 5 മിനിറ്റ് കൊണ്ട് തന്നെ മാവ് റെഡിയാക്കി അപ്പോഴന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ശർക്കര ആദ്യം തന്നെ ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 150 മുതൽ 180 ഗ്രാം വരെ ശർക്കര എടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് നല്ല കറക്റ്റ് അളവാണ് കേട്ടോ. അപ്പോൾ പാനി റെഡിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റേ അടുപ്പിൽ ഇതിനുള്ള തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അപ്പോഴേക്കും നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. നമ്മുടെ തേങ്ങാക്കൊത്തും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, അതും നമുക്ക് ഓഫ് ചെയ്തിടാം. അപ്പോൾ ആദ്യം തന്നെ ഇത് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇടിയപ്പത്തിനും അതുപോലെ തന്നെ പത്തിരിക്കൊക്കെ എടുക്കുന്ന നോർമൽ അരിപ്പൊടിയാണ്, അപ്പോൾ വറുത്ത അരിപ്പൊടിയൊന്നും അല്ല കേട്ടോ. ഇനി 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവനായിട്ടും ചേർക്കുന്നില്ല കേട്ടോ, കുറേശ്ശെ ആയിട്ട് ചേർത്ത് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം പൊടി താഴെയാണ് കിടക്കുന്നത്, അപ്പോൾ അതായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ പൊടി അവിടെ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ അതിലേക്ക് അല്പമായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് പകരം നിങ്ങൾക്കൊരു ബൗളിലേക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ലാസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തെന്ന് മാത്രം. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ചേർത്ത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു മുഴുവൻ പാനിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മുഴുവൻ പാനിയും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതാ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിക്കോളൂ കേട്ടോ. എക്സ്ട്രാ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല, കറക്റ്റ് അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ചില പൊടികൾക്കൊക്കെ ചിലപ്പോൾ മാറ്റം വരും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ 2 ടേബിൾ സ്പൂൺ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ചൂടോടുകൂടി മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോൾ തെറിക്കുന്നത് ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങളൊരു ബൗളിൽ മിക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങാക്കൊത്ത് നെയ്യോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂണോളം ഏലക്കായ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുന്ന ഉണ്ണിയപ്പമാണല്ലോ, അപ്പോൾ അത് കാരണമാണ് കേട്ടോ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ചെറുപഴം ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് ഒരു പഴം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ചൂടായിട്ടുള്ള ഓയിലിലേക്ക് നമുക്ക് തവയിൽ മാവ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പാന് ചൂടാവാനായി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ അകം എല്ലാം കുക്കായി കിട്ടും കേട്ടോ. ഇപ്പോൾ നല്ല ചൂടായിട്ടുള്ള ഓയിലായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ ഒട്ടും തന്നെ ഇതിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല വീഡിയോ. അതാ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചിടാനായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹാർഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അതായത് കുറച്ചിങ്ങനെ കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ റവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ട്രിപ്പ് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് റവ ചേർക്കാത്ത ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു ട്രിപ്പ് ഞാനിതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള മാവിൽ 2 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒന്നിങ്ങനെ പുറമെ ഇങ്ങനെ കട്ടിയിലും അത് നല്ല സോഫ്റ്റായിട്ട് അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാവിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. റവ ചേർക്കുമ്പോൾ വല്ലാണ്ട് തിക്കാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഒരു ട്രിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റവ ചേർത്തിട്ട് അടുത്ത ട്രിപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വറുത്ത റവ ആയിരുന്നാലും കുഴപ്പമില്ല, വറുക്കാത്ത റവ ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ റവ ചേർത്തിട്ടുണ്ടെങ്കിലും ഇതിൽ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. അപ്പോഴും കറക്റ്റ് അളവ് തന്നെയാണ്. ഇനി അതും കൂടെ നമുക്ക് ചുട്ടെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ അകം കുക്കായി കിട്ടും. അതുപോലെ തന്നെ പുറം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഉണ്ണിയപ്പമാണ്. അതുപോലെ തന്നെ പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പം റെസിപ്പിയാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കി എടുക്കാവുന്ന നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയും കുറേ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം.
അത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ അതാ നല്ലതായിട്ട് ഒരുപാട് ഉണ്ണിയപ്പം നമ്മൾ ഈ ഒരളവിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. നമുക്കത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല തിക്കായിട്ട് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഉണ്ണിയപ്പമാണ്. ഇതിപ്പോൾ റവ ചേർത്തിട്ടുള്ള ഉണ്ണിയപ്പമാണ്, എന്നാൽ കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് റവ ചേർക്കാത്ത ഉണ്ണിയപ്പം എടുത്ത് നോക്കാം. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പഴമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കട്ടെ, ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പം, അത് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. 2 ദിവസം മുന്നേ നമ്മൾ നല്ല നാടൻ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.